ഷാനവാസിനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയിട്ട് ബിഗ് ബോസ് എല്ലാവരോടുമായി ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞ് നൂറ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു അവന് തലവഴി അങ്ങ് ഒഴിച്ചു കൊടുത്തു ഷാനവാസിക്കയുടെ പാലെടുത്ത്. അതുകൊണ്ടാണ് എന്നിട്ട് ഷാനവാസിക്ക ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആക്കിയപ്പോൾ ഇവന്മാർ പറഞ്ഞ ഡ്രാമയെന്ന്. ഇവന്മാർക്കൊക്കെ നാണമുണ്ടോ ഇങ്ങനെ പറയാനാ? അനുമോള് പറഞ്ഞു ഇവൻ ഇന്നലെ എൻ്റെ ബെഡിൽ വെള്ളം എടുത്തൊഴിച്ചതും അങ്ങനെയാണ്. അപ്പം ആദില പറയുന്നു ഇവനൊക്കെ എന്ത് കാണിച്ചാലും ബിഗ് ബോസ് കണ്ണടയ്ക്കുമെന്ന്. ബിഗ് ബോസ് നിവിന് വാണിങ്ങുമായിട്ട് വന്ന് ഇത് ബിഗ് ബോസ് വീടാണ്. ഈ ബിഗ് ബോസ് വീട്ടിൽ ചില നിയമങ്ങളുണ്ട്. ആദ്യം മുതൽക്ക് ഒരു വിലയുമില്ലാതെ നിവിൻ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ആരും നിയമങ്ങൾക്ക് അതീതരല്ല. നിയമലംഘനങ്ങൾ ഇവിടെ വെച്ച് പുറപ്പിക്കില്ല. മനസ്സിലായോ നിവിന്? ഓക്കെ ബിഗ് ബോസ്. സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പെരുമാറാനുള്ള സ്ഥലമല്ല ഇത്. നിവിനോട് പ്രത്യേകം പറയുന്നത് നിവിൻ ഇത് ലാസ്റ്റ് വാണിംഗാണ്. ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ആക്രമണങ്ങൾ ആരെങ്കിലും നേർക്ക് പ്രവർത്തിക്കപ്പെട്ടാൽ ആ നിമിഷം തന്നെ നിവിനെ ഇവിടുന്ന് പുറത്താക്കുന്നതാണ്. നിവിൻ എസ് ബിഗ് ബോസ്. നിവിൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടുന്ന് സ്വയം ഇറങ്ങിപ്പോകുന്നതും ഇവിടുന്ന് പുറത്താക്കപ്പെടുന്നതും വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. നിവിനോട് മാത്രമല്ല എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഇത് ടിക്കറ്റ് ഫിനാലെ വീക്കാണ്. ആരോഗ്യപരമായ സംവാദങ്ങളും വഴക്കുകളും തർക്കങ്ങളും എല്ലാം ആകാം, പക്ഷേ അതിരി വിടരുത്. ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണങ്ങളും ഇവിടെ വെച്ച് പുറപ്പിക്കില്ല. അതിനുള്ള വേദിയല്ല ഇത്. അതിരി വിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും ഇവിടെ മുന്നോട്ട് പോകില്ല. ഫിനാലെ കാണില്ല. എല്ലാവർക്കും മനസ്സിലായില്ലേ? നിവിന് സംശയം വല്ലതുമുണ്ടോ? ഇല്ല ബിഗ് ബോസ്. സോറി ബിഗ് ബോസ്. ഇവനെ എന്താ ചെയ്യണമെന്നറിയാവാ? ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഉടനെ തന്നെ ഇവനെ കൊടുക്കണം അടി. അവൻ്റെ പാവം പോലുള്ള നിപ്പ് കണ്ടില്ലേ? അപ്പോൾ ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.